മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 5 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 349 അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം 250-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. 148 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ദുരന്തത്തിന്റെ 5ാം ദിനമായ ഇന്ന് 6 മേഖലകളായി തിരിച്ചാണ് തിരച്ചിൽ നടത്തിയത്. സൈന്യം, NDRF, സംസ്ഥാന ഏജൻസികൾ, സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ എന്നിവർ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായവുമായി കർണാടക സർക്കാർ. വയനാടിന് കൈത്താങ്ങായി ദുരിതബാധിതർക്ക് 100 വീടുകൾ കർണാടക സർക്കാർ നിർമ്മിച്ചു നൽകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിന് എല്ലാവിധ പിന്തുണയുമായി കർണാടക ഉണ്ടെന്നും സിദ്ധരാമയ്യ എക്സിൽ കുറിച്ചു. ദുരന്തബാധിതർക്ക് കർണാടക സർക്കാർ 100 വീട് നിർമ്മിച്ചു നൽകും. ഒന്നിച്ച് ഒറ്റക്കെട്ടായി പുനരധിവാസം പൂർത്തിയാക്കി പ്രതീക്ഷ നിലനിർത്തുമെന്നും സിദ്ധരാമയ്യ എക്സിൽ കുറിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉരുൾപൊട്ടൽ ബാധിച്ചവരുടെ ഇൻഷുറൻസ് ക്ലെയിം നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പണം നൽകണമെന്ന് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. LIC, നാഷണൽ ഇൻഷുറൻസ്, ന്യൂ ഇന്ത്യ അഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് അടക്കം കമ്പനികൾക്കാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ടാണ്. തീവ്ര, അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നിലവിലില്ലെങ്കിലും ഈ ദിവസങ്ങളിൽ ജാഗ്രത കൈവിടരുതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നീറ്റ് PG പരീക്ഷാ കേന്ദ്രം അനുവദിക്കാനുള്ള നടപടി തുടങ്ങിയെന്നും ഓഗസ്റ്റ് 5-ന് സെന്റർ പ്രഖ്യാപിക്കുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ അറിയിച്ചതായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. കേരളത്തിൽ പരീക്ഷാ കേന്ദ്രം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നെന്നും സുരേന്ദ്രൻ സമൂഹ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ പറഞ്ഞു. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിലെ പ്രധാന പ്രതിയായ സമാജ്വാദി പാർട്ടി നേതാവിന്റെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. അയോധ്യ ജില്ലാ ഭരണകൂടത്തിന്റേതാണ് നടപടി. സമാജ്വാദി പാർട്ടി നേതാവ് മൊയ്ത് ഖാന്റെ വീടാണ് തകർത്തത്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ബേക്കറി നേരത്തെ അടച്ചുപൂട്ടിയിരുന്നു. ദില്ലിയിൽ IAS കോച്ചിംഗ് സെന്ററിലുണ്ടായ അപകടത്തിൽ മലയാളിയടക്കം 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ദില്ലി തീസ് ഹസാരി കോടതിയുടേതാണ് നടപടി. കേസ് CBIക്ക് കൈമാറിയെന്ന് ദില്ലി പോലീസ് കോടതിയെ അറിയിച്ചു. മലയാളിയടക്കം 3 വിദ്യാർത്ഥികളാണ് 27-നുണ്ടായ ദുരന്തത്തിൽ മരിച്ചത്. ഒളിമ്പിക്സ് ഫുട്ബോളിൽ 1 ഗോളിന് അർജന്റീനയെ തോൽപ്പിച്ച് ഫ്രാൻസ് സെമിയിൽ. 5-ാം മിനിറ്റിൽ നേടിയ ഗോളിന്റെ ബലത്തിലാണ് അർജന്റീനയെ തകർത്ത് ഫ്രാൻസ് സെമിയിലേക്ക് മുന്നേറിയത്. കോർണറിലൂടെയായിരുന്നു ഫ്രാൻസിന്റെ ഗോൾ വന്നത്. ജീൻ ഫിലിപ്പ് മറ്ററ്റയാണ് ഫ്രാൻസിനായി ആദ്യ ഗോൾ നേടിയത്. 25 മീറ്റർ പിസ്റ്റലിൽ 4ാം സ്ഥാനവുമായി മനു ഭാക്കറിന് മടക്കം. ഈ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടി മനു നേരത്തെ തന്നെ ചരിത്രം സൃഷ്ടിച്ചിരുന്നു. 25 മീറ്റർ പിസ്റ്റലിൽ ദക്ഷിണ കൊറിയയുടെ യാങ് ജിൻ സ്വർണം നേടി. ആതിഥേയ രാഷ്ട്രമായ ഫ്രാൻസിന്റെ കാമില ജസ്റസ്കയ്ക്കാണ് വെള്ളി. ഹംഗറി താരം വെറോനിക്ക മേജർ വെങ്കലം നേടി.